സാറ് പിന്നെ 70കളിൽ പ്രാക്ടീസ് തുടങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ഇന്നിപ്പം സോഷ്യൽ മീഡിയയുടെ ഒരു കാലമാണ്. അപ്പം ഈ നമ്മുടെ ഇന്നത്തെ കാലത്തെ സാമൂഹ്യ മാധ്യമങ്ങളും അതുപോലെ കൺവെൻഷനായിട്ടുള്ള മാധ്യമങ്ങളും ഈ നമ്മുടെ ആധുനിക വൈദ്യവുമായി ബന്ധപ്പെട്ട അസത്യ പ്രചരണങ്ങളിൽ എന്തുമാത്രം പങ്കുവഹിക്കുന്നു, അവരുടെ ഒരു റോൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പത്രങ്ങളുടെയും പഴയ മാധ്യമങ്ങളുടെ അതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളുടെ രണ്ടും ഉണ്ട് കേട്ടോ, രണ്ടും വരുന്നുണ്ട്. ഇപ്പം മെയിൻ സ്ട്രീം മീഡിയയും ഈ അസത്യ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്തൊരു ഏതാനും വർഷത്തിന് മുൻനിര മാധ്യമം ടി വിയിൽ വന്നാണ് കാൽസ്യം കാർബൈഡ് ഉപയോഗിച്ചിട്ട് ഈ പഴങ്ങളൊക്കെ മാങ്ങയൊക്കെ പഴിപ്പിക്കുന്നു, അത് ഭയങ്കര കുഴപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ക്ലിപ്പ് ഒരു ടി വി തന്നെ ഇട്ടിരുന്നു. ഇതേമാതിരി അടുത്ത കാലത്ത് വേറൊരു ചാനലിലും എന്താണെന്ന് ഓർക്കുന്നില്ല, ഇങ്ങനെ അബദ്ധങ്ങൾ വരും. അത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കാൽസ്യം കാർബൈഡ് വളരെ സേഫ് ആയിട്ടുള്ള ഒരു സാധനമാണ്. കാര്യം അത് വെള്ളത്തിൽ ഒഴിച്ചു കഴിയുമ്പോൾ അപ്പം തന്നെ അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകും, കഴിയാൽ മതി, വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലേ? കാൽസ്യം കാർബൈഡ് അപ്പോൾ അത് നിരുത്തരവാദിത്വപരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് അതിൻ്റെ അകത്ത് പത്രങ്ങൾ ഇടുന്നത്. ഇപ്പം മറ്റൊന്നും കൂടെ വന്നിട്ടുണ്ടായിരുന്നു, അത് ഓർക്കുന്നുണ്ടെന്ന് മറ്റൊരു ഏഷ്യാനെറ്റിലൊക്കെ വന്നൊരു ഇതാണ്, ഞാൻ ഓർക്കുമ്പോൾ പറയാം. ഇമാതിരിയുള്ള തട്ടിപ്പുകളൊക്കെ മെയിൻ സ്ട്രീം മീഡിയയും ചെയ്യുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൂടാ. സോഷ്യൽ മീഡിയ ആണെങ്കിൽ അവരിതിൽ മാസ്റ്റർ ചെയ്തേക്കുന്നതാണ്. തമിഴ്നാട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിയിൽ മുഴുവനും തമിഴ്നാടുകാർ കേരളത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടി തെങ്ങിൻ്റെ അകത്തും മത്തങ്ങയിലും ഒക്കെ വിഷം ഇഞ്ചെക്ട് ചെയ്യുന്നതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവനുള്ള ടിഷ്യൂവിൽ മാത്രമേ ഇഞ്ചെക്ട് ചെയ്താൽ അത് സ്പ്രെഡ് ചെയ്യുള്ളൂ. ഇപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ ഇവിടെ ഒരു ടെട്രാസൈക്ലിൻ കുത്തിവെച്ച് കഴിഞ്ഞാൽ ശരീരം മുഴുവൻ വ്യാപിക്കും. മരിച്ചു കിടക്കുന്ന ഒരാളുടെ അവിടെ ടെട്രാസൈക്ലിൻ ഇഞ്ചെക്ട് ചെയ്ത് സ്പ്രെഡ് ചെയ്യാൻ പറ്റത്തില്ല. അത് കോമൺ സെൻസ് മാത്രമേ ഉള്ളൂ. അത് മനസ്സിലാക്കാനായിട്ട് സ്കൂളിൽ പോലും പോകണമെന്നില്ല. ഇവിടെ കുത്തിവെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കും. ബ്ലഡ് ഫ്ലോ ഉണ്ടെങ്കിൽ അവിടുന്ന് മറ്റുള്ളിടത്തേക്ക് വ്യാപിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ മാത്രം കുത്തിവെച്ച് അതിപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ട്. കൊഞ്ച് മാർക്കറ്റ് ചെയ്യുന്നിടത്തൊക്കെ ഓരോ കൊഞ്ചെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു മരുന്ന് ഇഞ്ചെക്ട് ചെയ്യുന്നു, എന്നിട്ട് അതെന്തോ കുഴപ്പമുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത്. ഇമാതിരിയുള്ള പേടിപ്പിക്കുന്നതും വിഡിത്തങ്ങളുമാണ്. അപ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെയൊക്കെ ഉദ്ദേശം ഈ ഇമാതിരി ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഏറ്റവും പാവപ്പെട്ടവരാണ്. അവരുടെ ജീവിതം നശിപ്പിക്കുക എന്നുള്ള ഒരു ഇൻറ്റൻഷൻ കാണും ഇതിൻ്റെ പിന്നിൽ. നമ്മളെക്കാളും മോശമായിട്ട് ജീവിക്കുന്നവരാണല്ലോ ഈ കൊഞ്ച് പീൽ ചെയ്യാനും ഒക്കെ ചെയ്യുന്നത്. അവർക്ക് വലിയ വരുമാനമൊന്നും കിട്ടത്തില്ല. അവർ സർവൈവ് ചെയ്യുന്നേ ഉള്ളൂ, ജീവിക്കുന്ന പോലുമില്ല. അങ്ങനെയുള്ളവരുടെ ജീവിതമാർഗം ഇല്ലാതാക്കുക, എന്നിട്ട് കുറച്ചുകൂടെ വലിയ വ്യവസായത്തിന് ഒരു രംഗം ഒരുക്കി കൊടുക്കുക എന്നുള്ളതായിരിക്കണം ഇതിൻ്റെ പിന്നിലുള്ള ഒരു ദുരൂഹമായിട്ടുള്ള ഒരു എന്ന് പറയുന്നത്. ഇതേമാതിരിയാണ് ഒരു മരത്തിൻ്റെ അകത്ത് ഒരു സിറിഞ്ച് കൊണ്ട് ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ മരത്തിലേക്ക് വ്യാപിക്കുന്നത്. നമ്മളൊക്കെ പഠിച്ചേക്കുന്ന മരം സാധനങ്ങളൊക്കെ ഒഴുകുന്ന വേരിൽ കൂടിയാണ്. ഇങ്ങനെ സൈഡിൽ കൂടെ കുത്തിവയ്ക്കാമെങ്കിൽ വേരൊന്നും ആവശ്യമില്ലല്ലോ. നമുക്കൊരു മരം മുറിച്ച് വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് ദിവസം ഇഞ്ചെക്ട് ചെയ്താൽ മതിയല്ലോ. അങ്ങനെ പറ്റില്ല. വേരിൽ കൂടി മാത്രമേ മരം ഇതൊക്കെ ആഗിരണം ചെയ്യുള്ളൂ. അതിൽ കൂടെയാണ് പലർക്കും പോകുന്നത്. സൈലമൊന്നും ഫ്ലോയമോ ഒക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളൂ, അതൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഇല്ല എന്നുള്ള മട്ടിലാണ് അത്രയും സിംപ്ലിഫൈ ചെയ്തിട്ട് കാര്യങ്ങൾ പറയുന്നത്. സത്യത്തിൽ കഷ്ടമാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ ഇത് ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ട്. മറ്റേ മീഡിയയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പലപ്പോഴും ഇത് കാണാൻ പറ്റും. അപ്പോൾ ഒരു കാരണം എനിക്ക് തോന്നുന്നത് ഈ മീഡിയയിൽ വരുന്ന ആൾക്കാരൊക്കെ അവർക്ക് വലിയ സയൻറ്റിഫിക് സ്പിരിറ്റ് ഉള്ളവരല്ല. അവർക്ക് അങ്ങനെ സയൻസ് പഠിച്ചവരല്ല മീഡിയയിൽ സയൻസ് കൈകാര്യം ചെയ്യുന്നത്. ഈ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന മീഡിയ പേഴ്സൺ തന്നെയാണ് സയൻസും ആറ്റം ബോംബും രോഗത്തിനെ പറ്റി എല്ലാം പറയുന്നത്. കാരണം മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ ഒരു ആഗോള സ്പെഷ്യലിസ്റ്റായിട്ട് മാറിയെന്നൊരു പൊതുധാരണ അവർക്കുണ്ട്. ആ ഒരു ധാരണ വെച്ചുകൊണ്ടാണ് ഈ ഭീതിതമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കേൾക്കുന്നത്. അവരൊക്കെ കഥാകാരന്മാരാകുന്നതാണ് നല്ലത് മീഡിയയിലിരിക്കുന്നതിനേക്കാളും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ ആയുഷ് ചികിത്സകരായിട്ടുള്ളവർ, ആയുർവേദം, സിദ്ധ, യുനാനി അതുപോലെയുള്ള ചികിത്സകൾ ചെയ്യുന്നവർ ശാസ്ത്രീയ ചികിത്സക്കെതിരെ അസത്യ പ്രചരണം നടത്തുന്നത് നമ്മൾ നിരന്തരമായി കാണാം. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ക്യാപ്സൂൾ കേരളയൊക്കെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് രണ്ട് വാക്ക്. ആയുർവേദം, ഹോമിയോ ഒക്കെ അതെ അതും വേറൊരു ഈ മീഡിയ മാതിരി ചെയ്യുന്ന മാതിരി തന്നെയാണ്. അവർക്ക് ഞാനിപ്പോൾ ഒരു ആയുർവേദ പ്രാക്ടീഷണർ ആണെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ പറയേണ്ടത് എൻ്റെ ആയുർവേദം എന്തെല്ലാം രീതിയിലാണ് ജനങ്ങൾക്ക് ഗുണം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവർ ആദ്യം പറയുന്നത് മോഡേൺ മെഡിസിൻ കൊള്ളത്തില്ല എന്നാണ് പറയുന്നത്. മോഡേൺ മെഡിസിൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാണെങ്കിൽ തന്നെ അതുകൊണ്ട് ആയുർവേദത്തിന് എന്താ ഗുണം? ആയുർവേദം നല്ലതാവണമെങ്കിൽ അത് നല്ലതാണെന്ന് തെളിയിക്കണ്ടേ? അതൊരു ബേസിക് ലോജിക്ക് ഇല്ലാതെ ഇതാണല്ലോ. ഇപ്പോൾ ഓരോ ദിവസവും ഞങ്ങൾ കാണുന്ന വീഡിയോയിലൊക്കെ ആയുർവേദം വളരെ നല്ലതാണ്, മോഡേൺ മെഡിസിൻ മോശമാണ്. പക്ഷേ നമ്മൾ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ
കഴിഞ്ഞ ഒരു 10-20 കൊല്ലം കൊണ്ട് ആയുർവേദക്കാർ കുറേ ലിറ്ററേച്ചർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പബ്ലിഷ് ചെയ്ത മിക്കവാറും ലിറ്ററേച്ചറുകളൊക്കെ അത് പിൻവലിച്ചിട്ടുണ്ട്. റിട്രാക്ഷൻ വാച്ചിൽ പോവുകയാണെങ്കിൽ ഇപ്പോൾ അടുത്ത കാലത്ത് ഹോമിയോക്കാർ കഴിഞ്ഞ കൊല്ലം ഒരു മേജർ പബ്ലിക്കേഷൻ നടത്തി. അത് യൂറോപ്യൻ ജേർണൽ ഓഫ് പീഡിയാട്രിക്സിൽ പബ്ലിഷ് ചെയ്തതാണ്. എന്താണെന്നറിയോ, 0 മുതൽ 24 മാസം വരെ പ്രായമുള്ള കുട്ടികൾക്ക് ആധുനിക ചികിത്സയെക്കാളും നല്ലത് ഹോമിയോപ്പതി ചികിത്സയാണ് എന്നൊരു പേപ്പർ. അത് നല്ല ജേർണലാണ്. അവിടെ ചെയ്തതെന്ന് വെച്ചാൽ അവരുടെ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഒക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ചെയ്തേക്കുന്നത്. ആരൊക്കെയാണ് ചെയ്തതെന്നറിയാമോ? സെൻട്രൽ കൗൺസിൽ ഫോർ ഹോമിയോപ്പതിക് റിസർച്ചുകാരാണ് മൂന്ന് ഓതേഴ്സ്. അത് കഴിഞ്ഞ നവംബറിൽ അത് റിട്രാക്ട് ചെയ്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് അത് ഇത് ചെയ്തേക്കാണ്, കള്ളത്തരമായിരുന്നു. അതിൻ്റെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്, റാൻഡമൈസ് ചെയ്യുന്നതും അതൊക്കെ തട്ടിപ്പായിരുന്നു. അങ്ങനെ തട്ടിപ്പാണെന്ന് മനസ്സിലാക്കി റിട്രാക്ട് ചെയ്തു. ഇപ്പം നിങ്ങൾ നെറ്റിൽ നോക്കുകയാണെങ്കിൽ റിട്രാക്റ്റഡ് എന്ന് കാണാം. ഈ റിട്രാക്ട് ചെയ്യുന്ന ആരാണ്? സാധാരണ ഗവേഷകരല്ല, സെൻട്രൽ കൗൺസിൽ ഫോർ ഹോമിയോപ്പതിക് റിസർച്ച്. അവരാണ് ഹോമിയോപ്പതിയുടെ മൊത്തത്തിലുള്ള ആൾക്കാരെ, അവരുടെ റിസർച്ചും അവരുടെ സിലബസും ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഇത് ചെയ്യുന്നത്. അത് പബ്ലിക് ഫണ്ട് എന്തുമാത്രം രീതിയിലാണ് സൈഫൺ ചെയ്തു പോകുന്നത്. ഇതേപോലെയാണ് ആയുർവേദിക് റിസർച്ച്. ആയുർവേദത്തിൽ ഇപ്പം ഭാവന എന്നൊരു ചികിത്സയുണ്ട്. അത് വെച്ചാൽ ഈ മരുന്നുകളൊക്കെ പ്യൂരിഫൈ ചെയ്യുന്ന, പലതരത്തിലുള്ള സംസ്കരിക്കുന്ന ഒരു രീതിയാണ്. അതിൻ്റെ പേപ്പർ അടുത്ത കാലത്ത് ഒന്ന് റിട്രാക്ട് ചെയ്ത് പോയി. അനേകം പേപ്പറുകൾ റിട്രാക്ട് ചെയ്തിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ പുതിയൊരു കാര്യം പറഞ്ഞേക്കുന്നത്, അടുത്ത കാലത്ത് റിട്രാക്ട് ചെയ്ത വേറൊരെണ്ണം, ആയുർവേദത്തിൽ ചില മരുന്ന് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക്, അശ്വഗന്ധിയാണെന്ന് തോന്നുന്നു, കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് എലികളിലുണ്ടാകുന്ന മാറ്റം, അതിനെപ്പറ്റി ആ പേപ്പർ പോലും റിട്രാക്ട് ചെയ്ത് പോയി. അപ്പോൾ അതിനകത്തൊക്കെ റിട്രാക്ഷൻ്റെ റീസൺസ് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ, ഡിസൈൻ ചെയ്തേക്കുന്നത് മോശമായിട്ടാണ്, വളരെ ചെറിയ സാമ്പിൾ സൈസാണ്, പിന്നെ അതിനകത്തുള്ള ഡാറ്റ കളക്ഷൻ തെറ്റായിട്ടാണ്, പിന്നെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. അതായത് ഒരു മരുന്ന് പ്രൊമോട്ട് ചെയ്യുന്ന ആൾ തന്നെ റിസർച്ച് നടത്തും. അപ്പോൾ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയി. കാര്യം ഞാൻ തന്നെ ഒരു മരുന്നുണ്ടാക്കി, ഞാൻ തന്നെ മാർക്കറ്റ് ചെയ്ത്, ഞാൻ തന്നെ നല്ലതാണെന്ന് പറയുക എന്നുള്ളത് പറയുന്ന രീതി. അത് പണ്ട് കുട്ടിക്കൃഷ്ണന്മാരെ എല്ലാവരും കേട്ട് കാണുമല്ലോ. അദ്ദേഹം വലിയ മലയാളത്തിലൊരു നിരൂപകനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ആണ്ടി നല്ല അടിക്കാരനാണെന്ന് ആണ്ടി മാത്രം പറഞ്ഞാൽ പോരാ. അതാണ് ഈ ഇൻഡിജിനസ് ചികിത്സയിലുള്ള ഒരു വലിയ പ്രശ്നം. ആ നിലയിലാണ് നിൽക്കുന്നത്. സപ്ലിമെൻ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഏത് ശാസ്ത്രത്തിലാണെങ്കിലും മരുന്നുകൾ ചിലപ്പം ആയുർവേദത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ ചൈനീസ് ഹെർബൽ മെഡിസിനിൽ നിന്നാണ് നമുക്ക് ആർട്ടിമിസിൻ എന്ന ആൻറ്റി മലേറിയൽ ഡ്രഗ് കിട്ടി. പക്ഷേ അങ്ങനെ ക്ലെയിം ചെയ്യുന്ന എല്ലാ കെമിക്കൽ കോമ്പൗണ്ട് അല്ലെങ്കിൽ ആയുർവേദ അല്ലെങ്കിൽ ഹെർബൽ കോമ്പൗണ്ടുകളും തീർച്ചയായും ഒരു ട്രയൽ, നമ്മൾ ഒരു പഠന വിധേയമാക്കുകയും അത് ചികിത്സയ്ക്ക് ഉപകാരപ്രദമാണെന്ന് കാണുകയാണെങ്കിൽ അത് മോഡേൺ മെഡിസിൻ അത് സ്വാംശീകരിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ ഒരു പ്രോസസ്സ്. അപ്പോൾ ഏതൊക്കെ ഒരുപക്ഷെ ദീർഘകാലമായിട്ടുള്ള നിരീക്ഷണത്തിലൂടെ കണ്ടെത്തിയ ചിലപ്പോൾ മരുന്നുകൾ, ഹെർബൽ മെഡിസിൻസ് ചിലപ്പോൾ ആയുർവേദത്തിലുണ്ടായിരിക്കാം. പക്ഷെ തീർച്ചയായിട്ടും അത് മുഴുവൻ ഒരു ശാസ്ത്രീയമായ പഠനത്തിന് വിധേയമാക്കുകയും അതിലെല്ലാം ഇഫക്റ്റീവ് ആവണമെന്നില്ല. അതിൽ ഇഫക്റ്റീവായ കെമിക്കൽസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇഫക്റ്റീവായ കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ പ്യൂരിഫൈഡ് ഫോമിൽ അത് തീർച്ചയായിട്ടും നമുക്ക് ഹിസ്റ്ററി നോക്കിയാൽ കാണാം. അത് നമ്മുടെ ആധുനിക ശാസ്ത്രം, മോഡേൺ മെഡിസിൻ എന്ന് ഞാൻ പറഞ്ഞില്ല, ആധുനിക ശാസ്ത്രം അതിനെ സ്വാംശീകരിച്ച് ഉപയോഗിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് എനിക്കിതിൽ പറയാനുള്ളത്. ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകണം എന്നുള്ളതാണ്. രണ്ടു റിട്രാക്ട് ചെയ്ത ലിസ്റ്റ് എന്ന് പറയാം ആയുർവേദത്തിൽ. ഇത് എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക്, ഭാവന, an ആയുർവേദിക് ഫാർമസ്യൂട്ടിക്കൽ മെത്തേഡ് ആൻഡ് എ വെസറ്റൈൽ ഡ്രഗ് ഡെലിവറി പ്ലാറ്റ്ഫോം. ഇത് വലിയ ഒരു പേപ്പറാണത്. അത് 2023-22 കാലത്ത് റിട്രാക്ട് ചെയ്തു. ഇവാലുവേഷൻ ഓഫ് തെറാപ്യൂട്ടിക് ആൻഡ് ടോക്സിക് ലെവൽസ് ഓഫ് കോണിയം മാക്കുലേറ്റം റിട്രാക്ട് ചെയ്തു, 22 റിട്രാക്ട് ചെയ്തു. കമ്പ്യൂട്ടേഷണൽ സ്റ്റഡി ഓൺ ദി ഇൻഹിബിറ്ററി ഇഫക്റ്റ് ഓഫ് നാച്ചുറൽ കോമ്പൗണ്ട്സ് അഗൻസ്റ്റ് കോവിഡ് പ്രോട്ടീൻ 23 റിട്രാക്ട് ചെയ്തു. ഇതൊക്കെ ഗംഭീര പഠനങ്ങളാണ്. ടൈറ്റിൽ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബോധം കെട്ട് വീഴും, അത്രയും ഗംഭീര ടൈറ്റിലാണ്. ഓൺ ഇൻ്റലിജൻറ്റ് പ്രകൃതി അസസ്മെൻറ്റ് ഇൻ ആയുർവേദ 2023 റിട്രാക്ട് ചെയ്തു. അഡാപ്റ്റോജനിക് ആൻഡ് കാർഡിയോ പ്രൊട്ടക്റ്റീവ് ആക്ഷൻ ഓഫ് അശ്വഗന്ധ ഇൻ റാറ്റ്സ് ആൻഡ് ഫ്രോഗ്സ് റിട്രാക്ട് ചെയ്തു. ഡിസൈൻ ഓഫ് കുർക്യൂമിൻ ലോഡഡ് PLGA നാനോ പാർട്ടിക്കിൾസ്, അവർ നാനോ പാർട്ടിക്കിൾസിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അത് 2010 റിട്രാക്ട് ചെയ്തു. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്റ്റേറ്റ്. അപ്പോൾ പേപ്പർ പബ്ലിഷ് ചെയ്തിട്ട് ഇത് വൈഡ് സർക്കുലേഷൻ കൊടുക്കും. ഞാൻ നേരത്തെ ഹോമിയോപ്പതിയുടെ പേപ്പർ പറഞ്ഞ കണക്ക് ആ പേപ്പർ പബ്ലിഷ് ചെയ്ത ഉടനെ തന്നെ കംപ്ലീറ്റ് വാട്സപ്പ് മുഴുവനും ഫ്ലഡ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഒരുപാട് പേരുടെ മനസ്സിൽ വാട്സപ്പ് ഓർക്കുന്നത്, റിട്രാക്ട് ചെയ്ത ആരുടെ മനസ്സിൽ വരില്ല. റിട്രാക്ട് ചെയ്യുമ്പോൾ ഈ വാട്സപ്പ് ഈ സന്ദേശങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങ് സൈലൻ്റ് ആകും, അത് പിന്നെ ഇല്ല. അപ്പോൾ ഇത് ആരെങ്കിലും വീണ്ടും നമ്മൾ നോക്കുമ്പോഴേ വരുള്ളൂ. അപ്പോൾ ഒരു പേപ്പർ വരട്ടെ. ഈ നമ്മൾ ഒരുപാട് ഗവൺമെൻറ്റൊക്കെ ഒരുപാട് ഫണ്ട് ചെയ്യുന്നുണ്ട് റിസർച്ചിന് വേണ്ടി, ആയുർവേദം റിസർച്ച് ചെയ്യാൻ വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ഫണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാലം കഴിഞ്ഞ് കഴിഞ്ഞ 60 കൊല്ലത്തിൻ്റെ അകത്ത്, അല്ലെങ്കിൽ കഴിഞ്ഞ 50 കൊല്ലത്തിൻ്റെ അകത്ത് എടുക്കുകയാണെങ്കിൽ 50 കൊല്ലത്തിൻ്റെ അകത്ത് ഒരു നല്ല ഒരു എന്താ പറയുന്നത് ഈടിറ്റ ഒരു സ്റ്റഡി
ഒരു 2-3 എണ്ണം നമുക്ക് കാണിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഉത്തരം. അതാണ്. പിന്നെ വേറെന്നുള്ളത്, ഈ ഇന്ത്യയിൽ ഇപ്പോൾ പഠനങ്ങൾ നടത്തണമെങ്കിൽ CTRI എന്നൊരു സംഘടനയുണ്ട്. അവിടെ രജിസ്റ്റർ ചെയ്യണമെന്നൊരു നിയമമുണ്ട്. അപ്പോൾ അതിൽ രജിസ്റ്റർ ചെയ്യാത്ത പഠനങ്ങൾക്കൊന്നും അംഗീകാരം കിട്ടത്തില്ല. അപ്പോൾ CTRIയിൽ 2020 മുതൽ ഒരു 1500 ആയുഷ് പഠനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ബഹുഭൂരിപക്ഷം പഠനങ്ങൾ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിലും അതിൽ നമ്മുടെ ഡേറ്റ കളക്ഷൻ എന്നുള്ള അവിടെ കിടക്കുകയാണ്. ഒന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കംപ്ലീറ്റ് ചെയ്തതിൻ്റെ റിപ്പോർട്ട് വന്നിട്ടില്ല. ഇപ്പോൾ ഇങ്ങനെയാണ് അത് മുഴുവൻ കിടക്കുന്നത്. അപ്പോൾ അതുമായിട്ട് നോക്കുമ്പോൾ ഒരു 2-3 വർഷം കൊണ്ട് മെഡിക്കൽ ടെക്നോളജിയിൽ എന്തുമാത്രമാണ് മാറിയേക്കുന്നതെന്ന് ആലോചിച്ചുകൊണ്ട് ഇപ്പം നമ്മൾ മോളിക്കുലർ ലെവലിൽ ക്രിസ്പർ ടെക്നോളജി, അത് നമ്മൾ 1953 DNA സ്ട്രക്ചർ കണ്ടുപിടിച്ചത്. അത് കഴിഞ്ഞിട്ട് 2019-20 ആയപ്പോഴത്തേക്ക് 2023 ക്രിസ്പർ ടെക്നോളജി കണ്ടുപിടിച്ചവർക്ക് നോബൽ സമ്മാനം കിട്ടി. അത്രയ്ക്ക് അതിവേഗത്തിലാണ് പോകുന്നത്. ക്രിസ്പർ ടെക്നോളജി എന്ന് വെച്ചാൽ DNA ഒക്കെ എടുത്ത് കട്ട് ചെയ്ത് സ്പ്ലൈസ് ചെയ്തിട്ട് അതിൻ്റെ പോർഷൻ്റെ ഒക്കെ മാറ്റി പുതിയതായിട്ട് വയ്ക്കാൻ പറ്റും. ആ രീതിയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള പേപ്പറുകളെ പറ്റി അത് വരുന്നത് റിട്രാക്ട് ചെയ്യുന്നതെന്നും കൂടെ നമ്മൾ ആലോചിക്കണം എന്നുള്ളതാണ്. അത് നമ്മുടെ തന്നെ എന്താ പറയുന്ന ഒരു സേഫ്റ്റിക്ക് വേണ്ടി, സുരക്ഷിതത്വത്തിന് വേണ്ടി നമ്മൾ അതിനെ അങ്ങനെ ചിന്തിക്കണം. ആധുനിക വൈദ്യശാസ്ത്രം പഠിച്ചവർ തന്നെ എന്നുവെച്ചാൽ MBBS-ഉം MD-യും പിന്നെ അല്ലെങ്കിൽ MS-ഉം MCH-ഉം ഒക്കെ കഴിഞ്ഞവർ തന്നെ അശാസ്ത്രീയ പ്രചരണങ്ങൾ നടത്തുന്നവരില്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് പെട്ടെന്നൊരു പേര് ഓർമ്മ വരുന്നത് BM ഹെഗ്ഡെ. BM ഹെഗ്ഡെയാണ് അതിൻ്റെ ഒരു പ്രധാന വ്യക്തി. ഞാൻ പണ്ടൊരു ഹിന്ദുവിൽ ഒരു ഓപ്പൺ പേജിൽ BM ഹെഗ്ഡെക്കെതിരെ ഞാനൊരു ആർട്ടിക്കിൾ എഴുതി. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു വിഷയത്തിലേക്ക് ഒരു എന്താ പറയുക പബ്ലിക് സ്പേസിൽ ഒരു ആർട്ടിക്കിളായിട്ട് വരുന്നത് തന്നെ. BM ഹെഗ്ഡെ ഒരു ഹോമിയോപ്പതിയുടെ വലിയ ഫാനാണ്. അപ്പോൾ ഞാൻ പറയുന്ന ആര് പറയുന്നു എന്നുള്ളതിന് യാതൊരു പ്രാധാന്യമില്ല. ആരിപ്പോൾ ഐസക് ന്യൂട്ടൺ പല വിഡിത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കോളറയുടെ എന്താ പറയുക ജോൺ സ്നോ കോളറ രോഗാണുവിനെ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ കോളറ മലിനജലം വഴി വരുന്ന ഒരു ബാക്ടീരിയ വഴി ആണ് വരുന്നത്. അല്ല, ബാക്ടീരിയ ഒന്നും അറിയില്ല, ഒരു മലിനജലം മലം കലർന്ന വെള്ളത്തിൽ നിന്നാണ് കോളറ വരുന്നതെന്ന് കണ്ടുപിടിച്ച ജോൺ സ്നോന് വേറെ കുറേ വിഡിത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ജോൺ സ്നോ പറഞ്ഞ ഒരു കാര്യം കറക്റ്റ് ആയിരുന്നെങ്കിലും പറഞ്ഞ വേറെ കുറേ കാര്യങ്ങൾ തെറ്റായി. ആര് പറഞ്ഞു എന്നുള്ളതല്ല, ശാസ്ത്രീയ മാനദണ്ഡങ്ങൾ വെച്ചിട്ടുള്ള ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് തെളിവുകൾ മുന്നിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ആര് പറഞ്ഞാലും അംഗീകരിക്കാം. അതല്ലെങ്കിൽ ഏറ്റവും വലിയ മോഡേൺ മെഡിസിൻ്റെ ഏറ്റവും വലിയ തലതൊട്ടപ്പനാണെങ്കിലും പറയുന്നത് ശാസ്ത്രീയമല്ലെങ്കിൽ ശാസ്ത്രീയ മാനദണ്ഡങ്ങളൊന്നും ഇല്ലാതെ പറയുകയാണെങ്കിൽ അത് നമ്മൾ അംഗീകരിക്കുകയില്ല. സയൻസിൻ്റെ രീതി എപ്പോഴും അങ്ങനെയാണ്. ആ പദവിക്ക് വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നില്ല. പറയുന്നത് എന്താണ്, അതിന് എവിഡൻസ് ഉണ്ടോ എന്ന് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ.